ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. കമൻറ്റ് എഴുതുന്നവർക്കും കമൻറ്റ് എഴുതാത്തവർക്കും വീഡിയോ കാണുന്നവർക്കും എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വളരെയധികം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇപ്പോൾ ഇത് നമ്മൾ പല പ്രാവശ്യം ചെയ്തിട്ടുള്ളൊരു കംപ്ലൈൻ്റ് ആണ്. പക്ഷേ കാണാത്തവരുണ്ടെന്ന് കണ്ടോട്ടെന്ന് ഓർത്ത് ഇതിൻ്റെ വീഡിയോ കൂടി ഞാൻ പിടിച്ചിടുകയാണ്. ഇത് കൂട്ടി സെറ്റുകൾ നമ്മൾ ഒത്തിരി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ സോണി ഇതുണ്ടോ, സോണിയിൽ നിന്ന് എഴുതി വരുന്നു, ഓഫാകുന്നു, വീണ്ടും സോണിയിൽ നിന്ന് എഴുതി വരുന്നു, ഓഫാകുന്നു. നോർമലായിട്ടും ബാക്ക് ലൈറ്റിൻ്റെ പ്രശ്നമായിരിക്കാം. ഇപ്പോൾ എന്താ പറ്റിയിരിക്കുന്നത് നമുക്കൊന്ന് ഈ സെറ്റ് അഴിച്ച് നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം അതിനുശേഷം റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങുന്നു. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, 6 6 ടൈംസ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാക്ക് ലൈറ്റ് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ബാക്ക് ലൈറ്റ് ആണെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. നമുക്കത് സെറ്റ് ആയിരിക്കാം. ആദ്യം LED ചെയ്യാൻ വേണ്ടി നമ്മളൊരു പുതിയ ക്ലോത്ത് ഇടാറുണ്ട്. അതൊന്ന് ഇട്ടേക്കാം. അതാകുമ്പോൾ പിന്നെ റിസ്ക് ഇല്ല. നല്ല ഇതാവുന്ന എടുത്ത് ഇടേണ്ട ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പാനലിനൊക്കെ കട്ടി കുറവായതുകൊണ്ട് നമ്മൾ ഒരു അഡീഷണൽ ഇത് തെർമോക്കോളാണ്. തെർമോക്കോൾ ഈ സാധനം ശരിക്കും യോഗയ്ക്ക് ഉപയോഗിക്കുന്ന മാറ്റാണ്, യോഗ മാറ്റാണ്. ആരണ്ടൊക്കെ ചോദിച്ചു കേട്ടോ മാറ്റ് ഏതാണെന്ന്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞ് യോഗ ചെയ്യാൻ വേണ്ടി കാലിനൊക്കെ വേദന എടുക്കാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാറ്റാണ്. അപ്പോൾ നമുക്ക് നല്ല പാനൽ നല്ല വൃത്തിയായിട്ടിരുന്നോളും. പാനലിന് വേറെ കുഴപ്പമൊന്നും വരത്തില്ല. റിമോട്ടിൻ്റെ അവിടെ ഇച്ചിരി തടിച്ചായിരിക്കും. നമ്മുടെ ജോമോ നമ്മൾ മിഷൻ ടൂൾ ഉപയോഗിച്ചാലും ചില സ്ക്രൂ ഒക്കെ നമുക്ക് മാനുവലായിട്ട് അഴിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എല്ലാ ജോലികളും ഒരു സാധനം കൊണ്ട് ചെയ്യാമെന്ന് വിചാരിക്കരുത്. അത് ഞാൻ ഇന്നലെ പമ്പ് ഉപയോഗിച്ചതിനൊരു ഒരു സബ്സ്ക്രൈബർ എഴുതിയിരിക്കുന്നുണ്ട്, പമ്പ് ഉപയോഗിച്ചാൽ പ്രിൻ്റ് പോകുന്നു. സത്യത്തിൽ ആ സെറ്റിൻ്റെ 2 അടിച്ചപ്പോഴേ ആ പ്രിൻറ്റിന് ചെറിയ ഡാമേജ് വന്നതുകൊണ്ട് പിന്നെ ഞാൻ പമ്പ് ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾ ആ വീഡിയോ ഫുള്ള് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അത് കഴിഞ്ഞ് പിന്നെ ഫുള്ള് ഞാൻ ഷീൽഡ് വെച്ചാണ്, ഞാൻ 8 10 IC അഴിച്ചിട്ടുണ്ട്. മുഴുവൻ ഞാൻ ഷീൽഡ് വെച്ചാണ് അഴിച്ചതും തിരിച്ചിട്ടതും. പിന്നെ പമ്പ് ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല. പമ്പിന് ഉപയോഗമുണ്ട്. പമ്പിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ LOT പോലെയുള്ള വലിയ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പമ്പ് ഉപയോഗിക്കാം. പക്ഷേ അപ്പം നമുക്ക് കൂടുതൽ ലെഡ് വരാനായിട്ടും ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പമ്പ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഷീൽഡ് ഉപയോഗിക്കുമ്പോൾ ഒത്തിരി ഷീൽഡിന് ഇച്ചിരി വിലയുള്ള സാധനമായതുകൊണ്ട് നമ്മൾ ആ ഷീൽഡ് ഉപയോഗിക്കുമ്പോൾ LOT ഒക്കെ എടുക്കാൻ വേണ്ടി ഷീൽഡ് ഉപയോഗിച്ചാൽ നമുക്ക് നഷ്ടമാണ്.
കാരണം വെച്ചാൽ ഒത്തിരി ഷീൽഡ് വേസ്റ്റ് ആയിപ്പോയി. അപ്പോൾ IC പോലെയുള്ള SMD പോലെയുള്ള ഇത് കൂട്ടി ചെറിയ ബോർഡിലൊക്കെ പമ്പ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല പമ്പേ ഉപയോഗിക്കരുതെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ആദ്യം ഉപയോഗിച്ചത് പമ്പാണ് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഷീൽഡിൽ എടുക്കാൻ അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെയാണ് നമ്മൾ ഷീൽഡിൽ എടുക്കാൻ പഠിച്ചത്. ഇപ്പോൾ എനിക്ക് പമ്പിൽ ഉപയോഗിക്കുന്നതിൽ എനിക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നത് ഷീൽഡാണ്. പിന്നെ നമ്മൾ പമ്പ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഷീൽഡ് ഒത്തിരി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി. ഇതുപോലെ ഒരു റോൾഡ് ഷീൽഡിനൊക്കെ 1000 രൂപ അടുത്ത് വിലയാണിപ്പോൾ. അപ്പോൾ അത്രയും ഒരു ലെഡ് എടുത്ത് നമ്മൾ കളയാൻ വേണ്ടിയിട്ട് അത്രയും ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര റണ്ണിങ് കോസ്റ്റാണ്. അതുകൊണ്ടാണ്. അപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നിങ്ങളിങ്ങനെയൊക്കെ പുട്ടപ്പൊക്കെ പറയുന്നത് എനിക്ക് ഇഷ്ടമാണ്, കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞു. പക്ഷേ അത് വസ്തുതകൾ മനസ്സിലാക്കി പറയുക, ചോദ്യങ്ങൾ ചോദിക്കുക കേട്ടോ. ഇതൊക്കെ എന്നെ പോലെ ഒരാൾ ടെക്നീഷ്യന് പമ്പ് ഉപയോഗിക്കാനും അറിയാം, ഷീൽഡ് ഉപയോഗിക്കാനും അറിയാം. ലൂസിഫർ പറഞ്ഞ ഡയലോഗേ ഉള്ളൂ, മടക്കി കുത്താനും അറിയാം, മലയാളം പറയാനും അറിയാം, രണ്ടെണ്ണം അടിച്ചിട്ട് 2 തെറി പറയാനും അറിയാം എന്ന് പറഞ്ഞതുപോലെ ഏതെല്ലാം ചെയ്യണോ, ഏതെല്ലാം ടൂൾ ഉപയോഗിക്കണോ, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് മക്കളെ ഈ ലെവൽ വരെ ചാച്ചനെത്തിയത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും നിങ്ങൾ എന്നെ കുറച്ച് കാണണ്ട, കൂട്ടിയും കാണണ്ട. പക്ഷേ എൻ്റെ ഒട്ടുമിക്കാലും നമ്മളെ കാണുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഞാൻ മുഴുവൻ കാര്യങ്ങളും വിളിച്ച് പറയാത്തതെന്ന് നിങ്ങൾക്കറിയാം. കാരണം ഇതുകൊണ്ട് ജീവിക്കുന്ന ഒത്തിരി ആൾക്കാർ ഓൾ കേരള ഉണ്ട്. നല്ല അന്തസ്സായിട്ടും നല്ല രീതിയിലും ജീവിക്കുന്ന ആൾക്കാരുണ്ട്. എന്ത് സാധനത്തിനും അതിൻ്റേതായ ഒരു ട്രേഡ് സീക്രട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ട്രേഡ് അനുസരിച്ച് അത് മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ അത് നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ വന്നിട്ട് മറ്റുള്ളവരെ എല്ലാം ഉപദ്രവിക്കുക, മറ്റുള്ളവരെ കുറ്റം പറയുക, അവർക്കെല്ലാം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പല കാര്യങ്ങളും പൂർണ്ണമായിട്ടും ചിലപ്പോൾ നമുക്ക് നഗ്ന സത്യങ്ങൾ പലതും പറയാൻ പറ്റാതെ വരും. അപ്പോൾ അതെൻ്റെ ഒരു ബലഹീനതയായിട്ട് നിങ്ങൾ വിചാരിക്കരുത്, എൻ്റെ ഒരു കഴിവായിട്ട് വിചാരിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു ഔദാര്യമായിട്ട് വിചാരിച്ചാൽ മതി. അപ്പം ഞാൻ മാത്രമാണ് പെർഫെക്റ്റ്, എല്ലാം എനിക്കറിയാം, ഞാൻ ഭയങ്കര ആളാണെന്ന് ഞാൻ പറയല. ഞാൻ ഇലക്ട്രോണിക്സിൽ വെറും ഒരു ശിശു, ഒന്നും അറിയാൻ മേലാത്ത ഒരു പാവം മനുഷ്യൻ. എനിക്കറിയാവുന്ന ചെറിയ കാര്യങ്ങൾ ചെയ്ത് ഞാൻ ജീവിക്കുന്നു. അപ്പോൾ അതിന് നിങ്ങൾ പ്രയാസപ്പെടേണ്ട, നിങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നില്ല. പിന്നെ ആൾക്കാർക്ക് എന്നെ ഇഷ്ടമാണ്, എന്താണെന്ന് എനിക്കറിയത്തില്ല. പണ്ട് തൊട്ട് എന്നെ ആൾക്കാർക്ക് ഇഷ്ടമാണ്, എന്നെ വിശ്വാസമാണ്. അതിപ്പോൾ ഞാൻ വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്ത ആ ഒരു വിശ്വാസമാണ്. ആ വിശ്വാസം എനിക്ക് മാത്രമല്ല നേടാൻ പറ്റുള്ളൂ, നിങ്ങളെ കൊണ്ട് പറ്റിയില്ല. നിങ്ങൾക്കും യൂട്യൂബ് തുടങ്ങാമല്ലോ, നിങ്ങൾക്ക് യൂട്യൂബ് തുടങ്ങാം, സർവീസ് ഇടാം, എല്ലാ കാര്യങ്ങളിലും. അപ്പോൾ എനിക്കും കമൻ്റ് ഇടാമല്ലോ. അപ്പോൾ നിങ്ങളും യൂട്യൂബ് തുടങ്ങുക. നിങ്ങൾ എന്നെക്കാളും കഴിവുള്ള ആൾക്കാരാണ് നിങ്ങൾ. ഓരോരോ തലമുറ വരുമ്പോഴും പുതിയ പുതിയ ആൾക്കാർ വരുമ്പോഴും കഴിവുള്ളവരായിട്ടാണ് വരുന്നത്. ഞങ്ങളൊക്കെ പഴയ ആൾക്കാരല്ലേ, ഞങ്ങളുടെ കഴിവിനൊക്കെ പരിധിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങളൊക്കെ മുന്നോട്ട് വരണം. പുതിയ തലമുറ വേണം ഇനി ഈ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് എല്ലാം നല്ലപോലെ സൂക്ഷ്മമായിട്ട് കാണുന്നുണ്ടെന്നുള്ളത് അറിഞ്ഞതിൽ എനിക്ക് സന്തോഷം. ആ പമ്പിന് മെസ്സേജ് ഇട്ട ആൾക്ക് പ്രത്യേക താങ്ക്സ്. കാരണം ഞാൻ 2 പ്രാവശ്യം പമ്പ് അടിച്ചോളൂ എന്നുള്ളത് പുള്ളി ബാക്കി കണ്ടില്ല. ബാക്കി കണ്ടിരുന്നെങ്കിൽ ഇത് പറയാല. പിന്നെ ഫുള്ള് ഞാൻ IC അടിച്ചതും ഷീൽഡ് വെച്ച. അപ്പം നമുക്ക് അവസരം അനുസരിച്ച് ഇപ്പം ഞാനിപ്പോൾ ചെയ്തത് നിങ്ങൾ കണ്ടല്ലോ, ഈ സ്ക്രൂ 75% സ്ക്രൂവും ഞാൻ ഈ ടൂൾ വെച്ചാണ് ഉപയോഗിച്ചത്. പക്ഷേ ഒരു 25% ഈ സ്ക്രൂ ഡ്രൈവറിൻ്റെ ആവശ്യം വന്നു. അപ്പോൾ നമുക്ക് തെങ്ങിനും കമുകിനും ഒരു തായ്പിലിടാൻ പറ്റിയില്ല. ബാത്റൂമിലിടുന്ന ചെരുപ്പും പെരയ്ക്കകത്തിടുന്ന ചെരുപ്പും പുറത്തിടുന്ന ചെരുപ്പും വീട്ടിലിടുന്ന ഡ്രസ്സും പുറത്ത് പോകുന്ന ഡ്രസ്സും വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കി വിവേകത്തോട് പെരുമാറുമ്പോഴാണ് വിവേകം എന്ന് പറയുന്നത്. അത് ആണ് നമ്മുടെ തലമുറയ്ക്ക്, പുതിയ തലമുറയ്ക്ക് ഇല്ലാത്തത് വിവേകമാണ്. അത് നമുക്കുണ്ടാകണം. അത് നമുക്കുണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പറയുന്നതിൻ്റെ അകത്ത് ആർക്കും പ്രയാസമൊന്നും തോന്നണ്ട കേട്ടോ. നമ്മൾ പ്രായം ചെന്ന മനുഷ്യനല്ലേ, പ്രായമുള്ള മനുഷ്യർ കുട്ടികളോട് സംസാരിക്കുന്ന പോലെ വിചാരിച്ചാൽ മതി. നമ്മൾ പറയുന്നു, നിങ്ങളങ്ങനെയൊക്കെ ഒന്ന് കാര്യങ്ങൾ ഗൗരവമില്ലാതെ മനസ്സിലാക്കി ചുമ്മാ തമാശം പറഞ്ഞ് കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ട് ഞാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ കേട്ടോ. അതിനകത്ത് ആർക്കും ഒരു പരിഭവം വേണ്ട. നിങ്ങളെന്നാ വേണേലും പറഞ്ഞു. പിന്നെ അത് ഒന്നും ചെയ്യുകയില്ല, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യാനും സമ്മതിക്കാതെന്നുള്ള ആ ഒരു രീതിയിലുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ ആരും പോകാതിരിക്കുക. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആരും പോകരുത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ കഴിവുണ്ട്, ഓരോ മനുഷ്യർക്കും ഓരോ കഴിവുണ്ട്.
ഇപ്പം നിങ്ങൾ ഈ ടി വി തന്നെ നിങ്ങൾ ആലോചിച്ചു, ഈ ടി വിയുടെ കവർ ഉണ്ടാക്കിയത് ഒരു കമ്പനി ആയിരിക്കും. ഇത് മുഴുവൻ സോണി ഉണ്ടാക്കിയതെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അല്ല. കവർ ഉണ്ടാക്കിയത് ഒരാളാണ്, പാനൽ ഉണ്ടാക്കിയത് വേറൊരാളാണ്, മദർ ബോർഡ് ഉണ്ടാക്കിയത് വേറെ ആണ്, ഇതിൻ്റെ പാക്കിംഗ് ഉണ്ടാക്കിയത് വേറെ ആളാണ്, ഇതിൻ്റെ പ്ലാസ്റ്റിക് ഉണ്ടാക്കിയത് വേറെ ആളാണ്. ഇതെല്ലാവരും കൂടെ കൂടുമ്പോഴാണ് ഈ സോണി ബ്രാവിയ എന്ന് പറഞ്ഞ ടി വി ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞ പോലെ ഓരോ മനുഷ്യർക്കും ഓരോ കഴിവുകളുണ്ട്. എല്ലാവരുടെയും കഴിവുകൾ കൂടുമ്പോഴാണ് നമ്മുടെ സമൂഹം വളരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ സമൂഹത്തിന് വളരണം, നമ്മുടെ കേരളം വളരണം, നമ്മുടെ ഇന്ത്യ വളരണം. അതായിരിക്കണമല്ലോ ദേശസ്നേഹം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇന്ത്യ ആണ് നമ്മുടെ മാതാവ്, കേരളം നമ്മുടെ സ്വന്തം. ഭാരതമെന്ന് കേട്ടാൽ ജ്വലിക്കണം ചോര ഞരമ്പുകളിൽ. എങ്ങനെയാട്ടാ പറഞ്ഞേ? എങ്ങനെയാട്ടാ ആ വാക്യം? കേരളം എന്ന് കേട്ടാലാണോ ചോര ഞരമ്പ്? അപ്പോൾ ഭാരതം എന്ന് കേട്ടാൽ എന്നാ പറയണം? ഭാരതം. ഭാരതവും കഴിഞ്ഞല്ലേ കേരളമുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ലോക്ക് എടുത്തു. നമുക്ക് സ്പീക്കറും കൂടെ എടുക്കേണ്ടതായിരുന്നു. നിങ്ങളോട് വർത്തമാനം പറഞ്ഞ് ഞാനതൊക്കെ മറന്നുപോയി. സ്പീക്കറോട് എടുത്തേക്കാം. സ്പീക്കറും കൂടെ എടുത്താലേ നമുക്ക് ഫ്രണ്ട് പാനൽ ഇനി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ സ്പീക്കർ എടുത്ത് മാറ്റി. നമ്മൾ ഫ്രണ്ട് പാനൽ അഴിച്ചു വെച്ചിരിക്കുകയാണല്ലോ, നിങ്ങൾ മാറ്റിയാൽ മതി. മാറ്റി എൻ്റെ മണ്ടയിൽ പാനലിനൊരു തകിടുണ്ട്. ആ തകിട് നമ്മൾ ഇതാകുന്നു. പിന്നെ നമ്മുടെ ക്യാമറാമാൻ ഒരാൾ മാറിയിട്ടുണ്ട് തൽക്കാലം. അതുകൊണ്ട് ഒരിച്ചിരി വൈഡ് ആംഗിൾ വരുന്നുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. ഇവർ ചേട്ടാ അടുപ്പിച്ചൊക്കെ ഒന്ന് കാണിക്കണേ കേട്ടോ, ആൾക്കാർക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ ഇന്നലെ അത്ര IC മാറിയിട്ട് ഏത് IC മാറിയെന്ന് മനസ്സിലായില്ലെന്നോ. ഞാൻ ഇനി IC കുറച്ചെണ്ണം കൂടെ മാറാനുണ്ട്, അടുത്ത സെറ്റ് മാറാനുണ്ട്. അന്നേരം ഞാൻ തീർച്ചയായിട്ടും ICയുടെ നമ്പറും ഡീറ്റെയിൽസും എന്നാ ഞാൻ ചെയ്തെന്നൊക്കെ കാണിക്കാവേ. വെയിറ്റ് ചെയ്തോ. അപ്പം ഞാൻ ഈ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്കിപ്പോൾ അത്രയും അത് ഡീറ്റെയിൽ ആയിട്ട് അത് വീഡിയോ ചെയ്യുന്നവർ വേണം അത് ചെയ്യാൻ. ക്യാമറാമാൻ ശ്രദ്ധിക്കണം, പുതിയ ആളാണ്, പഠിച്ചു വരുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങളതൊന്ന് സദയം ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് ഇത് കണ്ടല്ലോ, ഈ 2 ലോക്ക് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് മുകളിലേക്ക് പൊക്കണം. അത് ശരിക്കും പ്രസ് ചെയ്ത് പതുക്കെ വേണം. അത് അവിടെ തൊട്ടടുത്ത് പാനലാണ്. അപ്പോൾ ഒരു കുഴപ്പം വരാത്ത രീതിയിൽ എടുക്കണം. ഞാൻ തൊടുന്നത് നിർത്താനാണേ, അറിയാമല്ലോ. ഈ സൈഡ് ഇച്ചിരി പിടുത്തം ഉണ്ടായിരുന്നു, അത് നമ്മളെപ്പോഴും എടുക്കുമ്പോൾ നോക്കണം. ഇതുകൊണ്ട് ഇങ്ങനെ ഒരു ലോക്കാണ്, ഇങ്ങനെ ഒരു ചെറിയ ലോക്കാണ്. അതാ ഈ തകിടിനകത്ത് കയറി ലോക്ക് അടിക്കുന്നതാണ്. തൊട്ടടുത്ത് തന്നെ പാനലാണ്, നിങ്ങൾ കണ്ടല്ലോ. അത് നമ്മൾ ഒത്തിരി ബലം പിടിക്കുകയൊക്കെ ചെയ്താൽ പാനൽ പൊട്ടിപ്പോവുകയും ചെയ്യും, അതോടെ അതിൻ്റെ പരിപാടിയും തീരും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇത് ഫ്രെയിമുള്ള സെറ്റാണ്. ഫ്രെയിമോടുകൂടി നമുക്ക് എടുത്ത് മാറ്റി വെക്കാൻ പറ്റും. അങ്ങനെ ഒരു ഗുണമുണ്ട്. പാനലിന് കട്ടി കുറച്ചപ്പോഴാണ് അവർ ഫ്രെയിമൊക്കെ ഇട്ടത്. നേരത്തെ സെറ്റിന് ഫ്രെയിമൊന്നും വേണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ ഫ്രെയിമൊക്കെ ഇട്ടു. ഇതൊരു കുഴപ്പമില്ല എന്നുള്ളതല്ലാതെ ഇതെല്ലാം ഒട്ടിയിരിക്കും. ഒത്തിരി വർഷങ്ങളായ സെറ്റല്ല. സ്ട്രിപ്പ് വരെ ഇങ്ങോട്ട് ഊരിപ്പോരാൻ പാടാണ്. ഓക്കെ, മൂന്ന് ലോക്കാണ്. ആ ലോക്ക് അഴിച്ച് എടുത്തു. ബോയുടെ പാനലാണ്, ബോയ്. അപ്പം നേരത്തെ ഉപയോഗിച്ചിരുന്ന സോണി 32 ഇഞ്ചിൻ്റെ പാനലല്ല, അത് ഇച്ചിരി വ്യത്യാസമുണ്ട്. നമ്മൾ ഫ്രെയിം എടുത്ത് ഇങ്ങനെ തന്നെ വെക്കുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ
സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഇതെല്ലാം ഒന്ന് നമ്മളെ ഷീറ്റ് ഓരോന്നായിട്ട് എടുക്കാൻ ഒന്നിച്ചെടുത്തു. 3 സ്ട്രിപ്പാണുള്ളത്. അപ്പോൾ ഇത് കത്തുന്ന നമ്മൾ ആ ബോർഡ് തന്നെ എടുത്തൊന്ന് വെക്കുവാണെങ്കിൽ നമുക്ക് കത്തും. അല്ല വേണ്ട, നമുക്ക് ചക്കര വെച്ച് കത്തിക്കാം. ഓരോന്ന് നോക്കാം. ചിലപ്പോൾ ഈ ചക്കര വെച്ച് കത്തിക്കുമ്പോൾ ചില സാധനമൊക്കെ കയറി കത്തും. കാരണം അത് 300 വോൾട്ടാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. അപ്പം കത്തും. അതുകൊണ്ട് നമുക്കൊരിക്കലും LED പോയില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇതാണ് നമ്മുടെ മൊബൈൽ ചെക്കർ. മൊബൈലും പോയിട്ട് LED ചെക്കർ. ഇത് വെച്ച് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതുവല്ലോ വർക്കാവും. കൊണ്ടുവന്ന് കാണിച്ചു കേട്ടോ. കണ്ടോ, നടുക്കത്തെ ഒരെണ്ണം കത്തുന്നില്ല. അല്ല, ഒരെണ്ണമല്ല, 3 എണ്ണം കത്തുന്നില്ല. ശ്രദ്ധിച്ചോ? കണ്ടോ, അടുപ്പിച്ചു കൊണ്ടുവന്നേ. കാണാമോ 3 എണ്ണം കത്തുന്നില്ലെന്നുള്ളത്? കാണാമോ? നല്ലപോലെ അടുപ്പിച്ച്. അങ്ങേയറ്റത്തെ 2 എണ്ണവും ഒരെണ്ണം കഴിഞ്ഞ് രണ്ടാമത്തേതും കത്തുന്നില്ല. അത്ര മതി പ്രശ്നം. ഇതിന് ഷോർട്ട് ഇതുണ്ട്. ഇത് ഫുള്ള് കത്തുന്നു. ഇതിൻ്റെ കണ്ട് ഇവിടെ ഒരെണ്ണം കത്തുന്നില്ല. കണ്ടോ ഒരെണ്ണം കത്തുന്നില്ലെന്ന് കാണാമോ? ഓക്കെ, ഇനി അടുത്തത്. ഇതിന് പക്ഷേ ഫുള്ള് കത്തുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. നമ്മൾ 3 എണ്ണവും മാറണം. 3 എണ്ണം നമ്മൾ മാറണം. 3 വോൾട്ടാണ് ഇത് സപ്ലൈ. 8 LED ആണ്. 1 2 3 4 5 6 7 8 LED. ഇതുകൊണ്ട് ഇതിൻ്റെ അടി മുഴുവൻ കളർ ചേഞ്ച് ആയി. ഇതുകൊണ്ടോ കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇതിനും വന്നിട്ടുണ്ട് കളർ ചേഞ്ച്. ഞാൻ കാണിക്കുക. ഇത് ഇനി എടുത്തോട്ടെ. ഇതൊക്കെയാ കട്ടിങ്ങിലൊരു ചെറിയ പിടുത്തം വരുന്ന ഒരു നോസ് പ്ലെയർ. ഇഞ്ഞെടുത്ത് നോസ് പ്ലെയർ ഉണ്ട് വെച്ചോടെ ഈസി ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പം ഇത് കണ്ടോ, ഇത് കളർ ചേഞ്ച് വന്നു, ഇത് കളർ ചേഞ്ച് വന്നു, ഇത് കളർ ചേഞ്ച് വന്നു. ഈ LED സ്ട്രിപ്പ് മൊത്തം കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇത് കളർ ചേഞ്ച്, ഇത് കളർ ചേഞ്ച്. അപ്പോൾ ഇത് 3ഉം പോയി. 3ഉം നമ്മൾ മാർക്കറിങ് തന്നു. ഇതിന് ഉപയോഗിക്കാനേ കൊള്ളത്തില്ല. 3ഉം നമ്മൾ മാറുവാണ്. 3ഉം ഉപേക്ഷിക്കുക. 3ഉം നമ്മൾ വെട്ടി നമ്മുടെ ഈ പോയ സാധനം ഇടുന്ന പെട്ടിയുണ്ട്, അതിനകത്തോട്ട് ഇടുക എന്നുള്ളതാണ്. ഇപ്പോൾ തൽക്കാലം എ ബി എ ഞാൻ എടുത്തുകൊണ്ട് വരട്ടെ. ഇത് ഒറിജിനൽ തന്നെയാണ്. ഒറിജിനൽ സാധനമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കോപ്പർ കോട്ടിങ് കൂടെ ഉണ്ട് അടിയിൽ. കോപ്പർ കോട്ടിങ് കൂടെ ഉള്ളതായതുകൊണ്ട് ഇത് ചൂടാകുകയില്ല അധികം. ഒരു മെറ്റൽ കോട്ടിങ്. മറ്റേ അലുമിനിയത്തിൻ്റെ വരുന്നുണ്ട്, അത് കൊള്ളുകയില്ല. അതൊരു ഗുണമില്ലാത്ത ഡിസ്പ്ലേ സാധനമാണ്. ഇത് ഒറിജിനൽ തന്നെയാണ്. നല്ല ഇതാണ്. ഇതിപ്പോൾ എയും 2 എയും ഒരു ബിയുമാണ്. ഇതാണ് സാധനം. അപ്പോൾ നമ്മൾ പുതിയതെടുത്ത് ഇടാൻ പോവുകയാണ്. ഈ ഒറിജിനൽ എപ്പോഴും അങ്ങനെ കിട്ടത്തില്ല. അത് നമ്മൾ കിട്ടുമ്പോൾ കളക്ട് ചെയ്ത് വെക്കണം. കുറഞ്ഞതാണ് എപ്പോഴും മാർക്കറ്റിലുള്ളത്. ആ സാധനം ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇത് ചെറിയ ലാഭത്തിന് വേണ്ടി നമ്മൾ ഈ സെറ്റിൻ്റെ മദർ ബോർഡ് പോകും. പിന്നെ ഈ LED ഇങ്ങനെ പോകുന്നതിനെ ഷോർട്ട് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ഞാൻ EX330 എന്ന് പറഞ്ഞൊരു സെറ്റിൻ്റെ കാണിച്ചായിരുന്നു. മൊത്തം ഷോർട്ട് ചെയ്ത് വിടുന്ന. അങ്ങനെയൊന്നും ചെയ്യരുത് ആരും. നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ചെയ്യുക.
നമ്മുടെ സെറ്റാണെന്ന് വിചാരിക്കുക. ഓരോ സെറ്റും എൻ്റെയാണ്. എൻ്റെ സെറ്റാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമോ? താൽക്കാലികം എനിക്കൊരു 500 രൂപ മേടിക്കാൻ അല്ലെങ്കിൽ 1000 രൂപ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യുമോ എന്ന് ചിന്തിക്കുക. ആ കസ്റ്റമർ പറഞ്ഞ് താൽക്കാലികമായിട്ട് ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ അയാൾ ഷോർട്ട് ചെയ്തിട്ട് 1500 രൂപയും മേടിച്ചുകൊണ്ട് പോയെന്നാണ് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക. നമ്മൾ ചെയ്യുന്ന കറക്റ്റായിട്ടിരിക്കുക. അപ്പോഴാണ് നമുക്ക് വിലയുണ്ടാകുന്നത്, വളർച്ച ഉണ്ടാകുന്നത്. ഇനിയിപ്പോൾ കസ്റ്റമർ പറയാം നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റിയല്ലേ, പൊക്കോളാൻ പറഞ്ഞാൽ പോരുക, ഒന്നും മേടിക്കാൻ നിൽക്കല്ലേ. പറഞ്ഞ് മനസ്സിലായി. 1 രൂപ പോലും സർവീസ് ചാർജ് മേടിക്കാതെ എത്രയോ സെറ്റുകൾ ഞാൻ നന്നായി കൊടുത്തിരിക്കുന്നു ബുദ്ധിമുട്ടുള്ളവരെ കണ്ട്. അപ്പോൾ എൻ്റെ മഹിമയൊന്നുമല്ല, നല്ല മെക്കാനിക്കുകൾ പലരും ചെയ്യാറുള്ളതാണ്. വീടുകളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവരുടെയൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ അങ്ങനെ. ഇന്നിപ്പോൾ ഒരു DVD പ്ലെയർ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഒരു ഉമ്മ എന്നെ ഇപ്പോൾ രാവിലെ വിളിച്ചു. ഒരു മേലാത്ത കൊച്ചിൻ്റെയാണ് DVD പ്ലെയർ നന്നായി കൊടുക്കാവുന്നത്. ഞാൻ നന്നായി കൊടുക്കും. ഇന്ന് തന്നെ ഞാനിത് കഴിഞ്ഞാൽ അന്നേരം അതാണ് ഞാൻ എടുക്കുന്നത്. എടുത്തു കഴിഞ്ഞ് ഞാൻ 1 രൂപ പോലും ഞാൻ അവരോട് വാങ്ങില്ല. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ തിരുവനന്തപുരത്ത് ഒരു ഡോക്ടർ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട്. അതുപോലെ നമ്മൾ ചെയ്യുന്ന ജോലിയോട് നമുക്ക് ആത്മാർത്ഥത വേണം. ഡോക്ടർ അങ്ങനെ പറഞ്ഞപ്പോൾ ഡോക്ടർ കുറ്റക്കാരനായെങ്കിലും ദൈവസന്നിധിയിൽ ആ ഡോക്ടർക്ക് ദൈവത്തിൻ്റെ പ്രതിഫലം കിട്ടും. മനുഷ്യരോ മറ്റാൾക്കാരോ അല്ലല്ലോ ദൈവത്തിന് പ്രതിഫലം കൊടുക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ ആ പ്രതിഫലം ആ മനുഷ്യന് കിട്ടും. നമ്മൾ ഇനി ടെസ്റ്റർ വെച്ച് അതിൻ്റെ ഓൾട്ടയെല്ലാം ഒന്ന് നോക്കാൻ പോവാണ്. ഓൾട്ടയെല്ലാം കറക്റ്റാണോ എന്ന് നമ്മൾ നോക്കണം. അത് ചെയ്യേണ്ട കാര്യം കാണിക്കാം. ഇതിപ്പോൾ ഇത് 8 വർഷം ഓടിയ സെറ്റാണെങ്കിൽ ഇനി അത്ര വർഷം കൂടെ ഈ സെറ്റ് ഓടും. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. ABA അങ്ങനെയാണ് ഇതിൻ്റെ. കണ്ട LED കണ്ടല്ലോ. ഇത് മറ്റേ LED കളർ ചേഞ്ച് ആയിപ്പോയി. ഇത് നല്ല ബ്രൈറ്റായിട്ടുള്ള നല്ല വൈറ്റ് LED തന്നെയാണ്. ഇത് നമ്പർ 1 ആണ്. അത് കാണുമ്പോൾ നമുക്കറിയാം LED പ്രകാശം എല്ലാം ഓക്കെയാണ്. 3 ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ആ പരിപാടി കഴിക്കാം. ഇനി നമുക്ക് ഇത് വേസ്റ്റ് കളഞ്ഞേരെ. ഇത് പഴയ ഇത് നമ്മളിത് ഓണായി നിൽക്കുമെന്നറിയാൻ വേണ്ടി നമ്മൾ കൊടുക്കുകയാണ്. അപ്പം 1-2 സ്ക്രൂ ഒക്കെ ഇടാം നമുക്ക്. രണ്ട് സ്ക്രൂ അത്യാവശ്യം ഇട്ടു. ഈ ബാക്ക് ലൈറ്റ് കുത്തി. ഇനിയിപ്പോൾ നമുക്ക് അഡാപ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഈ LED കത്തി നിൽക്കുകയില്ല, ഒന്ന് നിന്ന് ഓഫായി പോവുള്ളൂ. നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്കെയിലർ ബോർഡ് കൂടെ കൊടുക്കണം. സ്കെയിലർ ബോർഡ് എന്ന് പറഞ്ഞാൽ പാനൽ കൊടുക്കണം. പാനലിൻ്റെ ബോർഡ് എങ്കിൽ മാത്രമേ സോണി നിൽക്കുകയുള്ളൂ. സോണി പ്രൊട്ടക്ഷൻ ഉള്ളതാണ്, പ്രൊട്ടക്ഷനിൽ പോകും. അപ്പം അതുകൊണ്ടാണ് ഓഫായി പോകുന്നത്. അല്ലെങ്കിൽ കത്തി നിന്ന് മൊത്തം കത്തി തീരുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് കുത്തി വെച്ച് ഓണാകത്തില്ല. ഇതിൽ ഓണാക്കി കൊടുക്കണം. ഇത് നമ്മൾ ഓണാക്കി കൊടുത്താലും ഒന്ന് ഓണായിട്ട് ഓഫായി പോവുള്ളൂ. ഇതുണ്ടോ, ഓണായല്ലോ, അതും കൂടെ കൂട്ടിയെടുത്തു, ഓഫായി പോവും. അപ്പോൾ എല്ലാം കത്തി 90% ശരിയായെന്ന് വിചാരിക്കാം. പിന്നെ നമുക്ക് ഓണായി നിൽക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സ്കെയിലർ വെച്ച് കാണിക്കാം നിങ്ങളെ. ഇത് സ്കെയിലറാണ്. സ്കെയിലർ എന്ന് പറഞ്ഞാൽ പാനലിൽ നിന്നുള്ള കണക്ഷൻ പിടിച്ചിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന സാധനം. അപ്പോൾ അത് നമ്മളിവിടെ
കൊടുത്ത് ടി വിയെ പറ്റിക്കാൻ പോവാണ്. ടി വിയോട് നമ്മൾ പറയുകയാണ് ഇവിടെ ടി വി പാനൽ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. കാണിയില്ല, അടുപ്പിച്ച് കാണില്ല. ചേട്ടൻ വന്നാൽ പിന്നെ ഒന്നും കാണുന്നില്ലെന്ന് ആൾക്കാർക്ക് പരാതിയുണ്ട്. അപ്പം നമ്മളിത് ഇച്ചിരി അഴിച്ചു കൊടുക്കുമായിരുന്നു, എളുപ്പമുണ്ടായിരുന്നു. അതിപ്പോൾ എല്ലാം കൊടുക്കാം. ഇത് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ശരിയായെന്ന് എനിക്ക് ഉറപ്പായി. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരികയാണ്. ഒരു സ്കെയിലർ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ടി വി നമ്മൾ പറഞ്ഞ് പറ്റിച്ചു. ഇതാണ്ട് ഇവിടെ പാനലുണ്ട് എന്ന് ടി വി നമ്മൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. നമുക്ക് ഓണായി നിൽക്കുമോ നോക്കാം. ആ സ്കെയിലർ വേറെ കുഴപ്പമൊന്നും ഇല്ലാത്തതാണ്, ഓണായി നിൽക്കും. സ്കെയിലർ ഡാമേജ് ആയതാണ് ഓണായി നിൽക്കുകയില്ല. ഉണ്ടോ, ഓഫാകത്തില്ല, ഇങ്ങനെ നിന്നോളും. വീഡിയോ ഒക്കെ ഗ്ലാസ്സൊക്കെ കൂട്ടിയൊക്കെ നല്ല അടിപൊളിയായിട്ടൊക്കെ എടുത്ത് ഇതിങ്ങനെ ടച്ച് ചെയ്യുക. അപ്പോൾ ആ ലൈറ്റ് കത്തി ഇങ്ങനെയൊക്കെയാണോ എടുത്ത് വെച്ചിരുന്നത്. ടച്ച് ചെയ്യണം അതിൽ വരുമ്പോൾ, മനസ്സിലായില്ലേ? ഇതിപ്പോൾ ഓണാക്കി നിൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഈ സ്കെയിലർ വെച്ചാണ്. സ്കെയിലർ വെച്ച് ഓണായി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് പരിചയം ഉള്ളെങ്കിലേ പറ്റുള്ളൂ. പുള്ളി എല്ലാം പഠിച്ചു വരുന്നുണ്ട്. എല്ലാം പഠിക്കും, ഞാൻ പഠിപ്പിക്കും. അങ്ങനെ ഉണ്ട്. പിന്നെ ഓരോ മൊബൈലിനും വ്യത്യാസമുണ്ട്, അതനുസരിച്ച് തന്നെ വീഡിയോ എടുക്കുന്ന ക്യാമറയ്ക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് കുഴപ്പമില്ല, നമുക്ക് ഉറപ്പായി ഓണായി നിൽക്കുന്നുണ്ട്. ഇനി നമുക്കിത് പാക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിതൊരു അരമണിക്കൂർ നേരം തെളിച്ചിട്ടു. കുഴപ്പമൊന്നുമില്ല, പക്കയാണ്. വേറെ ഹീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓൾറെഡി എല്ലാം ഇതായിട്ടുണ്ട്. ഇനി നമ്മളിത് പാക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മൾ മറ്റേ ഷീറ്റ് എടുത്ത് വെക്കണം. അതിൽ പൊടിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെട്ടുകളുണ്ട്. എല്ലായിടത്തും ഓരോ വെട്ടുകൾ പോലെ ഉണ്ട്. ആ വെട്ടിനകത്തെല്ലാം കൃത്യമായിട്ട് പിടിച്ചിടണം. എല്ലാം വെട്ടി കറക്റ്റ് വീണു. നമ്മൾ നോക്കണം. അതിനുശേഷം നമ്മൾ അതിനു മുമ്പ് നമുക്ക് വേറൊരു സാധനം അഴിച്ചു കളയാനുണ്ട്. ഇവിടെ പാനലിന് പകരം നമ്മൾ വെച്ചിരിക്കുന്ന ആളെ അത് നമ്മൾ അഴിച്ചു കളയണം. പാനലിന് പകരം നമ്മൾ വെച്ചിരിക്കുന്ന സ്കെയിലർ അവന് പകരം നമുക്ക് അവിടെ ഒറിജിനൽ സ്കെയിലർ നമ്മൾ വരുത്താൻ പോവാണ്. ഉപ്പുമ്പോഴൊക്കെ കറക്റ്റ് ഇത് വെട്ടി തന്നെയാണോ കിടക്കുന്നത് നോക്കണം. ഒന്നും പൊങ്ങി വരരുത്. ലെവലിൽ വെക്കണം, അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ പൊങ്ങി വരും. ഫ്രെയിം എടുത്ത് വെക്കുവാണ് ഞാൻ. 3 ലോക്കാണ് ഇവിടെ ഉള്ളത്. ആ ലോക്കിലേക്ക് കൃത്യമായിട്ട് ഇവിടെ 3 ലോക്കുണ്ട്. ആ 3 ലോക്കിലേക്ക് കൃത്യമായിട്ട് സ്കെയിലർ കയറ്റി വെക്കാം. ഇട്ട് ലോക്കിടണം. ഇങ്ങനെ ചുമ്മാ വയ്ക്കാൻ മതി. അതൊക്കെ നല്ല പക്ക ക്വാളിറ്റിയാണ്. പിന്നെ സോണിയുടെ ഇതിനെല്ലാം വരുന്നൊരു ഇതുണ്ട്. കൂടുതൽ വെള്ളമൊന്നും വെച്ച് തുടങ്ങണ്ടേ. ഈ പൊടിയൊക്കെ ഇരിക്കുന്ന അവിടെ ഇരുന്നോട്ടെ. ഫുൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാം. 2 സ്ക്രൂ ഇടാനുണ്ട്. ഇങ്ങനെയുള്ള സ്ക്രൂകളൊക്കെ ഇടുമ്പോൾ കുറച്ച് നമുക്ക് ഒരിക്കലും വെയിറ്റ് വരാത്ത രീതിയിൽ
സാരമില്ല, എടുക്കാം, ഞാൻ എടുത്തോളാം. വീഡിയോ കളയാം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറ്റേ ലോക്ക് ഇടണം. അത് ലെഫ്റ്റ് റൈറ്റ് നോക്കിയാൽ ലോക്ക് വെറുതായിട്ടാണ് മതി, വീണു. പിന്നെ ഈ സൈഡിലും ആ ലോക്കുണ്ട്, ആ ലോക്ക് നമ്മൾ ഇടണം. അതിനുശേഷം നമ്മൾ പാനൽ ലോക്ക് കൂടെ എടുത്തിട്ട് മാറ്റുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഇത് ഒരിടത്തോട്ടും പോകുകയില്ല. കറക്റ്റായിട്ട് നമ്മൾ വെച്ച് എല്ലാം വീണിട്ടുണ്ടോയെന്ന് നമ്മളിവിടെ ഓടിച്ച് നോക്കണം. പിന്നെ നമ്മളെ പാനലിൻ്റെ ഇത് നമുക്ക് സ്ട്രിപ്പ് കൊടുത്തിട്ടില്ല. ഒന്ന് പൊട്ടിച്ചാൽ കയറ്റിയിടാൻ പറ്റുള്ളൂ. കയറ്റിയിടുക, അടയ്ക്കുക, അതൊക്കെ തൊട്ടാൽ മതി. പശ പിടിച്ചോളും തിരിച്ച്, വേറെ പ്രശ്നമൊന്നുമില്ല. കറക്റ്റായിട്ട് ഇടുക. അപ്പോൾ നമ്മളിട്ട സ്ക്രൂ ഒക്കെ തിരിച്ചിടുക. 2 സ്ക്രൂ ഒക്കെ ഇട്ടാൽ മതി. അത് വെക്കുന്നതിനും വേറെ സാധനങ്ങൾ വെക്കാനുണ്ട് ആ സൈഡിലും. ഇത് സ്റ്റാൻഡിൻ്റെ ക്ലാമ്പ്. ഈ ക്ലാമ്പേലാണ് സ്റ്റാൻഡ് പിടിപ്പിക്കുന്നത്. അപ്പോൾ ആ ക്ലാമ്പ് മസ്റ്റായിട്ടും വേണം. അതുകൊണ്ട് തന്നെ ബലം വരുള്ളൂ. അത് മറ്റൊരു കൂട്ടുകാർ വേണം. എല്ലാ പ്രയോഗവും എല്ലായിടത്തും വയ്ക്കരുത്, മനസ്സിലായാലും. അടുത്ത പ്രയോഗം ഇനി അടുത്തതായത് ഇവിടെയാണ്. ശരിക്കും സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കുന്നതാണ് സ്ഥിരം ഉപയോഗിക്കുന്നവർക്ക് സുഖം. എനിക്ക് സുഖം ഇതാ. പിന്നെ കുറച്ചുകൂടെ സ്പീഡായിക്കോട്ടെ എന്നോർത്ത് ഞാൻ ചെയ്യുന്നു. പക്ഷേ എനിക്ക് ഞാൻ നോക്കിയിട്ട് സ്പീഡ് കുറയുക. കുറേ സ്ക്രൂ ഒക്കെ ചെയ്യാനുണ്ട്, കുഴപ്പമില്ല. അതിന് മുമ്പ് നമുക്ക് TV ഒന്ന് ഓണാക്കി നോക്കാം. പടം വരുമോ? നമ്മൾ ഈ കഷ്ടപ്പെട്ടതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടായോന്നറിയണ്ടേ. അത് കറണ്ടാ കുത്തിയില്ല. എന്താ കുത്തിയിട്ടുണ്ടല്ലോ. ആ സ്ട്രിപ്പ് ഇട്ട് ശരിയായിട്ടത്.
ഓഫ് ചെയ്തോ. ഒന്നുകൂടെ എടുത്താൽ മതി. സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ കിട്ടിയോ? എടുത്തിട്ടുണ്ട്. റിമോട്ട് എടുത്ത്, സോണി റിമോട്ട് ഇങ്ങെടുത്ത്. ആ, സോണിയുടെ റിമോട്ട് ആണ്ടിരിക്കുക, ചതുര റിമോട്ട്. അത് അത് സോണിയുടെ റിമോട്ട്. സോണിയുടെ റിമോട്ട് കണ്ടില്ല, ആദ്യത്തെ ദിവസം കാണിച്ചു തന്നു. ഇവിടെ എടുത്തു. ആ, അത് കൊടുത്തിട്ടില്ല, വീഡിയോ കിട്ടുന്നില്ല കേട്ടോ. അത് നിർത്തണ്ടേ. ഇനി നമുക്ക് സ്പീക്കർ എടുത്ത് വെക്കാം. സ്പീക്കർ എടുത്ത് വെക്കാം. സ്പീക്കർ പത്ത് മിനിറ്റിനകം തീരും വരുമെന്ന് പറഞ്ഞാലേ. സ്റ്റോപ്പ് ചെയ്തിട്ട് വീഡിയോ നമ്മൾ എടുക്കും തോറും ഇവിടെ മാത്രം ഒരൊറ്റ സ്ക്രൂ മെറ്റലാണേ, വൈറ്റ് സ്ക്രൂ. അത് മെറ്റലോട്ട് തന്നെ. ആ സ്ക്രൂ മാത്രം മാറാതിരുന്നാൽ മതി. ബാക്കി ഫുള്ള് പ്ലാസ്റ്റിക്കിലോട്ടാണ് അതിൻ്റെ സ്ക്രൂ. ഒറ്റ സ്ക്രൂ ഉള്ളൂ മെറ്റല്. അപ്പോൾ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. അപ്പോൾ എല്ലാ സ്ക്രൂകളുമായി എന്ന് വിചാരിക്കുന്നു. നോക്കട്ടെ ഇനി എത്ര സ്ക്രൂ ഉണ്ട്. 1 2 3 4 സ്ക്രൂവേ പുറത്തുള്ളൂ. അപ്പം 1 2 3 4 ഒരെണ്ണം ഇവിടെയും കൂടെ വരും. നാല് സ്ക്രൂ. പിന്നെ ബാക്ക് കവറെ 2 സ്ക്രൂ. പിന്നെ സ്റ്റാൻഡിൻ്റെ 2 സ്ക്രൂ. എല്ലാം ഓക്കെ. ഒറ്റ സ്ക്രൂ പോലും മിസ്സിങ് ഇല്ല. എല്ലാ സ്ക്രൂ ഇട്ടിട്ടുണ്ട്. ഈ 2 സ്ക്രൂ സ്റ്റാൻഡ് പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പനി ഇട്ടിരിക്കുന്ന സ്ക്രൂ ആണ്. ഈ സെറ്റ് വരുമ്പോൾ തന്നെ ഉണ്ട്. ഇപ്പം 4 സ്ക്രൂ സോണി ഇടാറുണ്ട്. നേരത്തെ 2 സ്ക്രൂ ഇടുകൊള്ളായിരുന്നു. സെറ്റായിട്ടുള്ള സ്ക്രൂ 4 സോണി ഇട്ടാറുണ്ട്. വേറെ കമ്പനികളിൽ ഒറ്റ സ്ക്രൂ തന്നെ ഇടാറില്ല. നിർത്തിക്കായിട്ട് സ്റ്റോപ്പ് ചെയ്തേ. ജൂലൈ 2017 ടി വിയാണ്. 17/3/20.
അപ്പോൾ 8 വർഷം ജൂലൈ മാസത്തിൽ 8 വർഷം തികഞ്ഞ ടി വിയാണ്. ഇത്രയും വർഷം ഓടിയിട്ടാണ് ഇതിൻ്റെ ഒരു ബാക്ക് റേറ്റ് പോയത്. ഈ നമ്മുടെ ബാക്കി വരുന്ന ടി വികൾക്കൊക്കെ 3 വർഷം വാറണ്ടി ഉണ്ടെങ്കിൽ 3 വർഷത്തിന് എല്ലാം പോകും. അതിനിടെ 2 പ്രാവശ്യം മാറിയും കൊടുത്തു, 5-6 മാസം സർവീസ് സെൻ്ററിലൊക്കെ ഇരുന്ന്. അപ്പോൾ വില കുറഞ്ഞിരിക്കും, അത്രേ ഉള്ളൂ കാര്യങ്ങൾ. അതാകുമ്പോൾ മേടിക്കുമ്പോൾ ഇച്ചിരി വില ഉണ്ടെങ്കിലും നല്ല ക്ലാരിറ്റിയിലും കാണാം. ഇപ്പോഴാണ് ടി വിക്ക് ഒരു കംപ്ലൈൻറ്റ് വന്നത്. ഇത് എടുത്തു. പാനലിന് സോണി KLV 32R302E എന്ന് പറഞ്ഞ സെറ്റ്, ജൂലൈ 2017, മെയ്ഡ് ഇൻ മലേഷ്യ. ഇതാണ് സെറ്റിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ സെറ്റ് അതിൻ്റെ പാക്കറ്റിലാക്കി കൊണ്ടുപോകണം. ഓക്കെ, അത് നമുക്ക് കിട്ടുന്ന അല്ല മേടിച്ച് വെച്ചതിന് ചെയ്തു ഇവിടെ. വേറെ പുതിയ ഞാൻ വെച്ചോളാം. എർത്തും കൂടെ ഉള്ളത്. I can take this anymore. I might just break. All the heartache, all the heartache, all the heartache, all the heartache, all the